Hi friends, welcome back to Jannath. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു അടിപൊളി പ്രോൺസ് റെസിപ്പിയുമായിട്ടാണ്. നല്ല കളർഫുൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയാണ് ഗ്രിൽഡ് പ്രോൺസ്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഇവിടെ വലിയ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. വലിയ ചെമ്മീനായിരിക്കും കൂടുതൽ ബെറ്റർ. അപ്പോൾ വെയിനൊക്കെ കളഞ്ഞിട്ട് ഷെല്ലോടുക്കനെ തന്നെയാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഷെല്ലിന് കൂടുതൽ ഫ്ലേവർ ഉണ്ടായിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിതിലേക്ക് മാരിനേറ്റ് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ അതിനായിട്ട് ചുവന്നുള്ളിയാണ് എടുക്കുന്നത്. ചുള്ളി നല്ല ഫ്ലേവർ കിട്ടും നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ. ഇനി ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ എന്തായാലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി. ഇതൊക്കെ വളരെ നൈസായിട്ട് അരിയണം. ഇനി നമുക്ക് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മാരിനേറ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് ലെമൺ ജ്യൂസ് ഒഴിച്ചെടുക്കാം. അപ്പോൾ ലെമൺ ജ്യൂസ് ഇല്ലെങ്കിൽ തൈരായാലും കുഴപ്പമില്ല. ഇവിടെ ഒരു ഹാഫ് ലെമൺ സ്ക്യൂസ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ മാരിനേറ്റ് റെഡിയാണ്. ഇനി നമുക്ക് ഈ മാരിനേറ്റ് ഈ ചെമ്മീനിലാകെ പുരട്ടി കൊടുക്കാം. ഈ ഷെല്ലിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇത് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ആ ഷെല്ലിൻ്റെ ഉള്ളിൽ ആ മസാല ഒക്കെ ഇരുന്നിട്ട് അതേപോലെ തന്നെ നമുക്ക് നല്ല ടേസ്റ്റിലായിരിക്കും ഈ ഫ്രൈ കിട്ടുന്നത്. അപ്പോൾ ഇതേപോലെ നല്ലപോലെ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ മാരിനേറ്റ് എത്തിച്ചു കൊടുക്കാം. ഇതേപോലെ എല്ലാ ചെമ്മീനും നമുക്ക് മാരിനേറ്റ് ചെയ്ത് എടുക്കാം. ഇനി നമുക്കിതൊരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇനി നമുക്കിത് സ്ക്യൂറിലേക്ക് കോർത്തെടുക്കാം. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുത്താൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതേപോലെ അല്ലാതെ നമുക്ക് സ്ക്യൂവറിൽ കോർത്തെടുക്കാം. ഇനിയിപ്പോൾ സ്ക്യൂവർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെ ഫ്രൈ ചെയ്താലും മതി. അപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി നേരെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ പാനിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി ഓരോ സ്ക്യൂർ വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഷാലോ ഫ്രൈ ആയതുകൊണ്ട് നമുക്ക് എല്ലാ സൈഡും ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ ഓവർ കുക്ക് ചെയ്യാതിരിക്കുക, കാരണം ചെമ്മീനൊക്കെ പെട്ടെന്ന് കുക്കായി കിട്ടുന്നതാണ്. ഓവർ കുക്ക് ആയിട്ടുണ്ടെങ്കിൽ ഇത് റബ്ബർ പോലെ ഇരിക്കും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളെല്ലാ സൈഡും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല കുക്കായി വന്നിട്ടുണ്ട്.
അപ്പോൾ ഇത്രയുള്ള ഈ റെസിപ്പി നല്ല ടേസ്റ്റിയാണ്, നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ളൊരു ഫ്രൈ ആണിത്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കിതെല്ലാം എടുത്ത് മാറ്റാം. എല്ലാം നന്നായി കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ചൂടോടെ തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക, അപ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ്. കഴിക്കുന്നതിന് മുമ്പ് കുറച്ച് ലെമൺ ജ്യൂസും കൂടി ഒഴിച്ചാൽ വളരെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു റെസിപ്പിയായി കാണുന്നതുവരെ ബൈ ബൈ, സ്റ്റേ സേഫ്.